ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കുരുമുളക് ഇട്ട് കക്ക ഫ്രൈ. കക്ക നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായി കക്ക കഴുകിയെടുക്കാം. മണ്ണില്ലാതെ വൃത്തിയായിട്ട് വേണം കക്ക കഴുകിയെടുക്കാൻ. ചേറിന്റെ മണം ഉള്ളത് കൊണ്ട് 5-6 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നല്ല മണ്ണും കാണാൻ സാധ്യതയുണ്ട്. വൃത്തിയായി കഴുകിയെടുത്ത കക്ക നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കക്ക ആവശ്യമായ സാധനങ്ങൾ: 4 സവോള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത്, 5 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞെടുത്തത്, കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായി ചതച്ചെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, കുരുമുളക് പൊടിച്ചെടുത്തത്, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം. ചട്ടി വെച്ച് കൊടുക്കുക. കക്ക ഇട്ട് നമുക്ക് വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിക്കാം. കുറച്ച് മതി വെള്ളം, എന്ന് വെച്ചാൽ ഊറ്റിക്കളയാനുള്ളതാ. ഇതിന്റെ ഇത് മാറാൻ വേണ്ടി എന്തുവാണെന്നറിയാം, ഇതിന്റെ ചേറുമണം മാറാൻ വേണ്ടി ഉപ്പിട്ട് നമുക്ക് വേവിച്ച് ഊറ്റിക്കളയണം. ഉപ്പിട്ട് കൊടുക്കുക. 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കക്ക വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. കക്ക വെന്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാവേ. തേങ്ങാക്കൊത്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കും. എല്ലാം ഇളക്കി കൊടുക്കാം. വാടണം, നല്ലപോലെ വാടി വരണം. നല്ലപോലെ വാടി വരണം. നല്ലതായിട്ട് വാടി കഴിയുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം, ഇഞ്ചി ഇട്ട് കൊടുക്കണം, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. നന്നായിട്ട് വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവോള നല്ലോണം വാടി വന്നിട്ടുണ്ട്. നല്ല മെറൂൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ വേവിച്ചതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പോരെങ്കിൽ കുറച്ച് നമ്മൾ വേറെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമുക്കിനി 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മുളക് പൊടി ഇടാത്ത കക്ക. മുളക് പൊടി ഇടാത്തത് പച്ചമുളകും കുരുമുളകും കൊണ്ടുള്ള കക്ക. നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി കക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയപ്പോ തന്നെ നല്ലൊരു കളറ് വന്നുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല കളറും ഉണ്ട്.
നമ്മുടെ കക്കയിറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കക്കയിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റായിട്ട് ചേർന്നിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. ഞാൻ നല്ല ടേസ്റ്റ് നോക്കിയിട്ട് നല്ല രുചിയുണ്ട്, നല്ല രുചി. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.